ചില മാനസിക പ്രയാസങ്ങളൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ നമുക്ക് മടിയാണ് അല്ലേ? അത്തരം ഒരു പ്രയാസം ആണ് നമ്മളെ വിയർപ്പ് നാറ്റം എന്നുള്ളത് അല്ലേ? വിയർപ്പിൻ്റെ ഒരു അസുഖം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഒരു മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ള ആളുകൾ ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും നമുക്ക് അതിനൊന്നും ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിയർപ്പ് എന്നുള്ളതല്ല ആ ഒരു ദുർഗന്ധം വരുത്തുന്നത്. അതിലുണ്ടാവുന്ന ആ ഒരു ബാക്ടീരിയകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ദുർഗന്ധം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനും എനിക്ക് വലിയ പ്രശ്നമൊന്നും വിയർപ്പിൻ്റെ വലിയൊരു പ്രശ്നമൊന്നും എനിക്കില്ല. എന്നാലും ഞാനും യൂസ് ചെയ്യലുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മൾക്കൊക്കെ. അപ്പോൾ ആ ഒരു പ്രയാസങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാനും കുറേ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത കാലത്താണ് എൻ്റെ അടുത്ത് എൻ്റെ ഒരു കസിൻ തന്നെ എൻ്റെ അടുത്ത് ഈ വിയർപ്പ് നാറ്റത്തിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ആലം സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൺ, നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിയർപ്പ് നാറ്റം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുള്ളത്. മുന്നേ ഇതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് അതിങ്ങനെ ഇപ്പോൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ അടിച്ചപ്പോൾ യൂട്യൂബിൽ ജസ്റ്റ് നോക്കിയപ്പോൾ ഈ ഒരു ആലം സ്റ്റോണിനെ കുറിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റിസൾട്ടാണ് എല്ലാവരും പറയുന്നത്. നമ്മളെ ഈ ഒരു കൺട്രി മാത്രമല്ല, നമ്മൾ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ആലം സ്റ്റോണിനെ കുറിച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് എല്ലാവരും നല്ല റിസൾട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു വിയർപ്പിന് നല്ലൊരു സൊല്യൂഷൻ ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഞാനും പോയിട്ട് എന്ത് ചെയ്തു, ഒരു ആലം സ്റ്റോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് തോന്നിയാൽ മാത്രമേ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് അത് പറയാറുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ ചെയ്യലില്ല. അപ്പം എന്തായാലും ഒരു 2 മാസം ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് 100ൽ 110 വേണമെങ്കിൽ പറയാം എനിക്ക് റിസൾട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിനെ കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട്, വിയർപ്പിൻ്റെ വലിയൊരു പ്രശ്നം എനിക്കില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് നന്നായിട്ട് വിയർപ്പിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നതാണ്. ആളും തന്നെ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി വരെ ഡ്യൂട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ ഫ്രഷ് ആവാനൊന്നും കഴിയില്ലല്ലോ. അപ്പം ഞാൻ ആളിത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യും, നിങ്ങളുടെ അടുത്ത് പറയും എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ മൂപ്പര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ്. ആളിൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ 100ൽ 110 ആണെങ്കിലും ഞാൻ 100ൽ 200% ഇതിനെ റെക്കമെൻഡ് ചെയ്യും മറ്റുള്ളവർക്ക്. അത്രയും റിസൾട്ടാണ്, ഒന്നും പറയാനില്ല, അടിപൊളി റിസൾട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ എനിക്കും പറയാനുള്ളത്, ഇനി വിയർപ്പിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ നമുക്ക് ഇതിനെ കൂടുതൽ ഇതിനെ എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആലം സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോൺ. ജസ്റ്റ് ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത്. ആ ഒരു ഉപ്പിൻ്റെ പുളിയും ഇതൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സ്ക്വയറിൽ നല്ല ഇതിലും കിട്ടും. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയപ്പോൾ ഒരു റഫായിട്ടായിരുന്നു കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് 30 രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ കേട്ടോ ഉണ്ടായിരുന്നത്. അവിടെ ഇതിൽ സൗദിയിൽ 20 റിയാലാണെന്ന് തോന്നുന്നുണ്ട്. ഇക്ക വാങ്ങിച്ചത് 20 റിയാലിനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ നാട്ടിൽ അപ്പോൾ ഇതിൻ്റെ ഒരു യൂസേജ് എങ്ങനെയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൽ നമ്മളൊന്ന് മുക്കിയിട്ട് നമ്മൾ അണ്ടർ ആമിൽ ജസ്റ്റ് ഒന്ന് ഇതായിട്ടൊന്ന് ഉരതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിയർപ്പിൻ്റെ സ്മെല്ല് ഉണ്ടാവുകയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിലുണ്ടാകുന്ന ആ ഒരു ബാക്ടീരിയകളാണ് ആ ഒരു സ്മെല്ല് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുളിച്ച് കഴിഞ്ഞ ഉടനെ ചെയ്യണം കേട്ടോ. അതും കൂടെ ശ്രദ്ധിക്കുക. കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ, കുളിച്ച് വരുമ്പോൾ നമ്മൾ ഒരു പിന്നെ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ഇനി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, റബ്ബ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ജസ്റ്റ് അണ്ടർആമിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിയർപ്പുള്ള ആളുകൾക്ക് പിന്നെ പറയുന്നത് നമ്മളൊരു ഇതിൽ കപ്പിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളം കൊണ്ട് മൊത്തം ബോഡിയിൽ ലാസ്റ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ലേ ഇല്ല. ഞാൻ എൻ്റെ കാര്യം എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്തിട്ടും ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടിയ റിസൾട്ടാണ്. മറ്റുള്ളവരതൊന്നുമല്ല പറയുന്നത്, ഞങ്ങൾക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ബോഡി സ്പ്രേ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടം. പിന്നെ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നവർക്ക് അതൊക്കെ ചെയ്യട്ടെ, അതൊന്നും ചെയ്യേണ്ട എന്നല്ല. എന്നാലും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും. നമ്മൾ എത്രയോ ക്യാഷ് മുടക്കലുണ്ട് അല്ലേ? ഒരു 30 രൂപ മുടക്കിയിട്ടുണ്ട്. അതിലും കുറഞ്ഞതിന് 20 രൂപക്കും കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഒരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. ഇതുപോലെ ബുദ്ധിമുട്ടുന്ന നിങ്ങളെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ പല ആളുകൾക്കും നമ്മളെ ചില ഒരു ഷെയറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അറിവുകൾ അവർക്ക് കിട്ടും. അവരെ ലൈഫിലൊരു, ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഇത്രയും ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോണിനെ കുറിച്ചിട്ട്, അതെൻ്റെ കസിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് ആ ഒരു അറിവ് കിട്ടിയത്. ആ അറിവ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് യൂസ് ചെയ്ത് നോക്കിയപ്പം ഇത്രയും കാലം ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ എന്ന്. പിന്നെയും ഇതുകൊണ്ട് ഒരുപാട് യൂസേജുകൾ ഉണ്ട് കേട്ടോ. നമ്മളെ ഫേസിലും ജസ്റ്റ് ഒക്കെ ഒന്ന് പിന്നെ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട്. അതും ഞാൻ എൻ്റെ ഹസ്ബൻഡ് അത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു.
ആൾക്ക് നല്ല റിസൾട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതൽ പറയണില്ല. ഞാനത് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താത്തത് കൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ആലം സ്റ്റോണിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യങ്ങളാണിത്. അപ്പോൾ അതിനുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തി കൊടുത്താൽ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ കിട്ടും. അപ്പോൾ താങ്ക് യു.